വെൽക്കം ബാക്ക് ബ്രോ ഗോഗോ ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയൊരു ഗോസ്റ്റ് ഗെയിമായിട്ട് ഗൈസ്. നമുക്കൊന്ന് കളിച്ചു നോക്കാട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുത്തെ ഓണർ. നമ്മളിപ്പോൾ ഹോട്ടലായിട്ട് ഗൈസ് വന്നതാണ്. അപ്പോൾ ഇയാളൊന്ന് വിളിച്ചു നോക്കാം. ഗൈസ് അപ്പോൾ നമ്മളോട് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് ഗൈസ് പറഞ്ഞേ. അപ്പം അങ്ങനെ പോവാട്ടോ ഗൈസ്. അതിന് സൗണ്ട് കേട്ടോ നിങ്ങൾ. ഗൈസ് അടിപൊളി ഒച്ചയ്ക്കാട്ടോ ഗൈസ്. സെറ്റപ്പ് ഒച്ചയാട്ടോ ഗൈസ്. ഗൈസ് ഇത് നമ്മുടെ മറ്റേ പണ്ടത്തെ കഥയിലുള്ള ആളാണ് ഗൈസ്. ജിഞ്ചർ മാനല്ല അതിൻ്റെ പേരെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ നമ്മൾ വിളിച്ചോണ്ട് ഇനി ഇന്നത്തെ ഏത് നമ്മുടെ റൂം ഇത് അടഞ്ഞെടുക്കട്ടെ ഗൈസ്. ഇത് അടഞ്ഞെടുക്കുക. ഇതോടി ഒന്ന് തുറക്കാട്ടെ ഗൈസ്. ഗൈസ് ഇതാട്ടെ ഗൈസ് നമ്മുടെ ഗൈസ്. പുള്ളിക്ക് ഉറക്കം മഞ്ഞിലാട്ടെ എന്നാട്ടോ ഗൈസ് പറയണം. അപ്പം എന്തായാലും ചുമ്മാ താഴെ വരെ പോയിട്ട് വരട്ടെ, എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഗൈസ് ഇയാളെ വിളിക്കണം എന്ന് തോന്നുന്നുണ്ടോ? അപ്പം ഗൈസ് ടോയ്ലറ്റിൽ പോകാനുണ്ട് ഗൈസ്. കുടികൾ മൂത്രം ഒഴിച്ചാലേ ഉറക്കം വരുള്ളൂ എന്നാട്ടോ ഗൈസ് പറഞ്ഞേ. അപ്പം എന്തായാലും വാലടച്ചിട്ടു, അതല്ല മര്യാദ. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ വാലൊക്കെ അടച്ചിട്ടുണ്ട്. അല്ല ഗൈസ് നമ്മൾ ഒന്നിന് രണ്ടിനാട്ടോ ഗൈസ് പോണേ. ഗൈസ് ഇതിൻ്റെ സൗണ്ട് ഇട്ടിട്ട് നല്ല ചിരിയുണ്ട് ഗൈസ്. ഗൈസ് ഗൈസ് പുള്ളിക്കാരൻ നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അത്ര ക്ലിയർ ആവുള്ള കേട്ടോ ഗൈസ്. ക്ലിയർ ആവുള്ളതെന്ന് തോന്നുന്നു. ഫുൾ ബ്ലാക്ക് കളറായിട്ടോ ഗൈസ്. അത്ര ക്ലിയർ ആവുള്ള. അപ്പോൾ എന്തായാലും നമുക്ക് മണ്ടയിലേക്ക് പോവാം ഗൈസ്. നമ്മൾ മാത്രമേ ഇവിടെ, പിന്നെ ജിഞ്ചർ മാനും ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്ന് തോന്നുന്നു. വേറെ ആരും കണ്ടില്ല കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ തടീനും. അപ്പോൾ ഗൈസ് നൈറ്റ് 2 ആയിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ തടീനെയും കൂടെ വിളിക്കാട്ടെ ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ ടോയ്ലറ്റിൽ പോയപ്പോൾ അവിടെ വൃത്തികേടാക്കിയെന്നാട്ടോ ഗൈസ് പറഞ്ഞ പുള്ളി. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനപ്പ് ആക്കാനായിട്ട് ഗൈസ് പറഞ്ഞേ. ഈ വടി എടുക്കണമെന്ന് തോന്നുന്നു. ജിഞ്ചർ മാനല്ലേ ഗൈസ് ഇത്. അപ്പം എന്തായാലും അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഫുൾ വൃത്തിയാക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ നമ്മൾ ക്ലോസറ്റ് മാത്രമായിട്ട് ഗൈസ് നമ്മൾ ഉപയോഗിച്ചെങ്കിലും ഇത് ഫുള്ള് വൃത്തിയാക്കണം ഗൈസ്. എന്ത് പരിപാടിയാണ്. ഞാൻ ഫുൾ വൃത്തികേടാക്കി ഗൈസ്. എന്ത് പറയാൻ. അപ്പോൾ നമ്മളെ ജോലി ഇച്ചിരി കൂടി കൂടിയുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ, സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഗൈസ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഗൈസ് ഈ ഗെയിം കളിക്കണേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാട്ടെ ഗൈസ്. അതിൻ്റെ ഒപ്പം ലൈക്കും ചെയ്യാം കേട്ടോ. ഈ വടി നമുക്ക് എടുക്കാൻ പറ്റുള്ള തീർന്നു ജോലി കേട്ടോ ഗൈസ്. ജിഞ്ചർമാൻ കരയുന്നുണ്ടല്ലോ. ഓ പുള്ളിയുടെ വടി. പക്ഷെ വടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ള ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മണ്ടയിലേക്ക് തന്നെ പോകട്ടെ ഗൈസ്. ഇത് ഗൈസ് ഒരു ഗൈസ് അപ്പോൾ നമ്മൾ മാത്രമല്ല വേറൊരു നമ്മളുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കിടക്കാട്ടോ. അപ്പോൾ ഇവർ ഉറക്കം വന്നില്ല എന്നാട്ടോ ഗൈസ് പറയണേ. അപ്പോൾ നമുക്ക്
പെയിൻറ്റിങ് കാണുന്ന ഡേയ്സ് പറഞ്ഞ ഈ പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നു. ഡേയ്സ് ഒന്ന് തുമ്മി വെച്ചെന്ന് തോന്നുന്നു ഡേയ്സ്. അതേ കേസ് അവൻ എന്തോ ചെയ്തിട്ട് അവൻ വൃത്തിയേടാക്കിയെന്ന് തോന്നണം. അപ്പോൾ റൺ അവേ ഹൈഡ് പെയിൻറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇത് ഒളിപ്പിക്കാട്ടെ കേസ്, അല്ലെങ്കിൽ തടിയും കണ്ട സീനോട്ടെ കേസ്. ഡോറിന് മുട്ടുന്നുണ്ട് കേസ്. അയ്യോ തടിയും പിടിച്ചു. അപ്പം ഗൈസ് പുള്ളിക്ക് ഒരു ചെറിയൊരു സംശയമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് കിടന്നുറങ്ങാം. ഇനി നൈറ്റ് 3 ആട്ടോ ഗൈസ്. ഗൈസ് ജിഞ്ചർമാൻ നമുക്ക് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ തടീനോട് പറയുന്നുണ്ട് ഗൈസ്. നമ്മളെക്കുറിച്ചൊന്ന് ഉറപ്പാണ്. എന്തായാലും മണ്ടയിലേക്ക് കയറാം ഗൈസ്. പുള്ളിക്ക് ഹംഗ്രിയാണ് ഗൈസ്. തടി നമ്മൾ നോക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അടുത്തേക്ക് നിർത്തുന്നുണ്ട് ഗൈസ്. നമ്മളെക്കുറിച്ച് അത് തോന്നുന്നുണ്ട് ഗൈസ്. ഇതാണ് ഫുഡ് കൗണ്ടർ. എന്തായാലും ഗൈസ് ഇന്നലെ നമ്മളൊരാൾ കണ്ടില്ലേ, ഒരു മെലിഞ്ഞാളെ, അത് ഇയാളാണ് ഗൈസ്. പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വല്ല ഓർഡർ ചെയ്യാം. നമുക്കെന്തായാലും ഒരു പിസ്സ ഓർഡർ ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ പിസ്സ എടുത്തിട്ടുണ്ട് ഗൈസ്. പുള്ളി നമുക്ക് ഇതൊക്കെ ഹായ് എന്നുണ്ട് ഗൈസ്. ഇതെല്ലാം ഒരു കോമഡി സൗണ്ട്സായിട്ട് ഗൈസ്. അപ്പോൾ ബ്ലാക്ക് കളർ ഇച്ചിരി പോയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ജിഞ്ചർമാൻ നമുക്ക് പണി ചെയ്യുന്നുണ്ട് ഉറപ്പാണ്. തടിയും നമ്മളെ നോക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മണ്ടയിലേക്ക് കയറി പോകട്ടോ. എന്താ ഗൈസ് വാൽ തുറക്കാൻ പറ്റാത്ത? ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഗൈസ് നമുക്ക് കിടന്ന് ഉറങ്ങാൻ പോട്ടെ ഗൈസ്. ഗൈസ് ഈ കണ്ട ഗൈസ് കാണാൻ പറ്റുന്നത് തോന്നുന്നു. അത് തുമ്മിയ ഗൈസ്. അപ്പോൾ വാലടച്ചിട്ട് കിടക്കാം. എനിക്ക് തടിയും വന്നാൽ അയ്യോ നമ്മുടെയും കൂടി ഇറക്കി. അപ്പോൾ എന്തായാലും വാലടച്ചിട്ട് അങ്ങ് കിടക്കാം. അല്ലെങ്കിൽ തടിയും വന്നാൽ സീനാവുമായിരിക്കും ചിലപ്പോൾ. ഓക്കെ നൈറ്റ് 4 ആണ് ഗൈസ്. ഇനി നമുക്ക് ഒരു ദിവസം കൂടി ഇവിടെ സ്റ്റേ ചെയ്താൽ മതി. തടീനെ ആരും കാണാനുള്ളല്ലോ ഗൈസ്. ഇവിടെ ആ പെട്ടി ഇല്ലായിരുന്നല്ലേ നേരത്തെ. എന്തെന്ന് പറയുമ്പോൾ ഇനി നമുക്ക് നേരെ മണ്ടയിലേക്ക് കയറിപ്പോട്ടെ ഗൈസ്. നമ്മൾ മണ്ടയിലേക്ക് ടൈസ് കയറി പോണേ. അയ്യോ തടിയാൻ. ഗൈസ് അപ്പോൾ അവൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുത്തച്ഛൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ എന്തോ ഒരു സാധനം താഴെ എടുത്ത് മേളിലേക്ക് കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എന്താ ചിലപ്പോഴേക്കും നമ്മൾ ആ പറഞ്ഞ പെട്ടിയായിരിക്കും ഗൈസ്. പെട്ടി ആയിരിക്കണം. അതേ ഗൈസ്. അപ്പോൾ നമ്മൾ അവൻ്റെ മുത്തച്ഛൻ്റെ ഫോട്ടോ ആയിട്ട് ഗൈസ് ഇവൻ തുമ്മി വെച്ചേ. എന്തായാലും ഈ പെട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ വെക്കേണ്ടതെന്ന് നോക്കണം. ഇവിടെ ഇതാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അതെ ഗൈസ്. ഇനി 2 പെട്ടിയും കൊണ്ട് നമ്മൾ കൊണ്ടുവരണിട്ട് ഗൈസ്. അയ്യോ വഴിയേറ്റി പോവാ ഗൈസ്. നമ്മുടെ തടിയൻ അവിടെ തന്നെ നോക്കിക്കുന്നുണ്ട് ഗൈസ്. അയ്യോ വഴി ഫുള്ള് തെറ്റിപ്പോവാ ഗൈസ്. നമ്മുടെ മെലിഞ്ഞാട്ടെ നമുക്ക് പുള്ളിക്കാരനോട് സംസാരിക്കാൻ പറ്റിയിട്ട്. ഗൈസ് പുള്ളിക്കാരൻ നമ്മളെ സഹായിക്കട്ടെ ഗൈസ്. ഇത് പുള്ളിക്കാരൻ മണ്ടയിലേക്ക് ഒറ്റയടിക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഗൈസ് പുള്ളി മെലിഞ്ഞാണ്. ഇതേ പോണ ഗൈസ്.
പുള്ളിക്കാരൻ അവിടെ പോയി നോക്കിക്കണം. എന്നാലും നമ്മുടെ ജോലി ഇവിടെ നിന്ന് നിർത്തേക്കാം. അണ്ണാ പണിയിരുന്നു. പുള്ളിക്കാരൻ ഗുഡ് ബോയ് നമ്മളോട് ഇറങ്ങിക്കൊള്ളാനുണ്ട് ഗൈസ് പറഞ്ഞാണ്. പുള്ളിക്കാരൻ നല്ല മനുഷ്യനാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും കിടന്ന് ഉറങ്ങാട്ടെ ഗൈസ്. ഗൈസ് ഇത്രയും നേരമായിട്ട് വലിയ നമുക്കൊരു ഗോസ്റ്റിൻ്റെ അതിലായിട്ട് തോന്നിയില്ല ഗൈസ്. ഗോസ്റ്റ് ഗെയിമാണെങ്കിലും ഇനി ആയിരിക്കട്ടെ ഗൈസ്. സെൽഫി ഗൈസ് മിഡ് നൈറ്റ് എന്നുണ്ട് ഇത് എഴുതിയ കണക്കണേ ഗൈസ്. ഫുൾ ഒരു റെഡ് ഡാർക്ക് മൂഡ്. ഈ ഗൈസ് ചെറിയൊരു പേടിയാണെന്നുണ്ട് ഗൈസ്. ഗൈസ് നമ്മുടെ ചേട്ടനെ കുത്തിക്കൊന്നു ഗൈസ്. നമ്മുടെ ചേട്ടനെ കുത്തിക്കൊന്നു. ഇതാരാണ് ഗൈസ് ചെയ്തത്? അയ്യോ ഗൈസ് ഇതാരാന്നറിയാൻ പാടില്ല ഗൈസ്. നൈറ്റ് 5 ആയിട്ട് ഗൈസ്. നമ്മുടെ ലാസ്റ്റ് ദിവസമായിട്ട് ഗൈസ്. എന്താ ഗൈസ് നമ്മളിപ്പോൾ ഏതൊരു ഗ്രൗണ്ടിൽ വന്ന പോലെ ഉണ്ട് ഗൈസ്. ഒരു എന്താ ഷെർക്ക് ജ്യൂസ് എന്നുണ്ട് ഗൈസിൻ്റെ പേര്. ഗൈസ് നമ്മളത് കുടിച്ചെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ സ്ട്രോങ് എന്നായിട്ട് ഗൈസ് പറഞ്ഞേക്കണേ. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോയിക്കണം. നമ്മൾ രക്ഷോട്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ നേരെ രക്ഷോട്ടോ അല്ല ഗൈസ്. ഗൈസ് പുള്ളിക്കാരൻ വീണ്ടും വീക്കാന്നായിട്ട് ഗൈസ് പറയണേ ഗൈസ്. ഇത് നമ്മുടെ മറ്റേ ചേട്ടനല്ലേ? ആ ഗൈസ് പുള്ളിക്കാരൻ അപ്പം ചത്തിടാറുണ്ട് ഗൈസ്. ഗൈസ് അപ്പം എനിക്ക് തോന്നണേന്ന് വെച്ചാൽ ആ ഡ്രിങ്ക് ഈ പുള്ളിക്കാരനുണ്ടെങ്കിൽ കൊടുത്ത പുള്ളിക്കാരനും രക്ഷയിടാൻ പാടില്ല ഗൈസ്. അങ്ങൊന്നും ചെയ്തു നോക്കാട്ടെ ഗൈസ്. എടുക്കാൻ പറ്റുന്ന നോക്കാം. ആ ഗൈസ് നമുക്ക് എടുക്കാൻ പറ്റും. ടേക്ക് 1 ബട്ട് ഡോണ്ട് ഡ്രിങ്ക്. എന്തായാലും ഗൈസ് നമുക്ക് എടുക്കാട്ടെ ഗൈസ്. അപ്പോൾ പുള്ളിക്കാരൻ രക്ഷപ്പെടൂല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് 2 പേർക്കും കൂടി പെട്ടെന്ന് രക്ഷയോടെ പോവാട്ടെ ഗൈസ്. കളിയാ നമുക്ക് പറ്റുന്നുണ്ട് ഗൈസ്. സ്പീഡിൽ ഓടുകട്ടെ ഗൈസ്. അയ്യോ ഗൈസ് അവിടെ പുറം ആരും എൻ്റെ ഒന്ന് ഓട്ടുന്നോട്ടെ. മിക്കവാറും തടീനായിരിക്കും. അതെ ഗൈസ് തടീനാട്ടെ ഗൈസ്. പുള്ളിക്കാരൻ ഇപ്പോൾ നമ്മൾ ഇടിച്ചു വിളിക്കുകയായിരിക്കും. അല്ല ഗൈസ് നമ്മുടെ മറ്റേ കൂട്ടുകാരനല്ലേ ഇത് പുള്ളിക്കാരൻ സീനായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. മോനെ പുള്ളിക്കാരൻ സീനായിട്ടോ. മിക്കവാറും തടീന് ഇന്നും അടിച്ചു പൊളിക്കും നമ്മുടെ കൂട്ടുകാരനിട്ട് കേസ്. പുള്ളിക്കാരെ മിസ്സിലെടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ പിടിയിലെ കേസ് ഒന്ന് ചെയ്യണേന്ന് അറിയാൻ പാടില്ല കേട്ടോ. തിരിച്ചു വിട്ടു കേസ്. അപ്പോൾ കേസ് നമ്മുടെ ഗെയിം ഇവിടെ അവസാനിച്ചു കേസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് കൂടിയും ചെയ്യുക കേസ്. അപ്പം അടുത്തൊരു വീഡിയോ പിന്നെയും കാണാം ഗൈസ്. ബൈ ബൈ.